നമസ്കാരം. സമത്വ മുന്നേറ്റ യാത്രയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വിവിധ ജനവിഭാഗങ്ങളെ ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ സമത്വ മുന്നേറ്റ യാത്ര കാസർഗോട്ട് നിന്നും ആരംഭിച്ചു. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർകോട്ടെ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്രം തന്ത്രി ശ്രീകൃഷ്ണ ഉപാധ്യായ പകർന്നു നൽകിയ ദീപം വെള്ളാപ്പള്ളി നടേശൻ ഏറ്റുവാങ്ങി യാത്രയ്ക്ക് ഔപചാരിക തുടക്കം കുറിച്ചു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നു. സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് ആശംസയാകാൻ വേണ്ടി മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ എത്തിയ BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ യാത്രയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരുകൾ, ആ സർക്കാരുകളുടെ ഭരണത്തിൽ കേരളത്തിൽ ചിലർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തൽ, അതേ വിലയിരുത്തൽ ആണ് SNDPയും KPMSഉം അതുപോലെ ഈ യാത്രയിൽ ഈ സമത്വ മുന്നേറ്റ യാത്രയോടൊപ്പം ചേർന്നിട്ടുള്ള വിവിധ സമുദായ സംഘടനകൾ, യോഗക്ഷേമ സഭ ഉൾപ്പെടെ ഉള്ള സംഘടനകൾക്കുള്ളത്. അപ്പോൾ അങ്ങനെയൊരു യാത്ര ഇവിടെ കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഭാവിയിൽ പ്രതീക്ഷയുള്ള കേരളത്തിലെ ജനങ്ങളുടെ മുന്നേറ്റത്തെക്കുറിച്ച് പ്രതീക്ഷയുള്ള ഏതൊരാളും ആ യാത്രയോട് സഹകരിക്കും. വ്യത്യസ്തമായ 7 ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശമാണ് കാസർഗോഡ്. അതുകൊണ്ടാണ് സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് കാസർഗോഡിനെ അറിയപ്പെടുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റിയ പല രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ആരംഭിച്ചത് കാസർഗോട്ട് നിന്നായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ത്യാഗോജ്വലമായ ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് കാസർഗോഡ്. കോട്ടകളുടെയും പുഴകളുടെയും നാടാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കിടക്കുന്ന കാസർഗോഡ് ജില്ല. സംഘകാലത്ത് കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൂഴിനാടിന്റെ ഭാഗമായിരുന്നുവെന്നാണ് രേഖകൾ പറയുന്നത്. കേരളത്തിലേക്ക് ആദ്യമായി ആര്യ സംസ്കാരം സംക്രമിച്ചതും കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിലാണെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. 12ഓളം പുഴകൾ ഐശ്വര്യ സമൃദ്ധമാക്കുന്ന കാസർഗോഡ് ജില്ല ആരാധനാലയങ്ങളുടെ കാര്യത്തിലെന്ന പോലെ ഭാഷയുടെ കാര്യത്തിലും വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഓരോ കർഷകനും നേരിടുന്ന പ്രതിസന്ധിയുടെ തുടർച്ചയാണ് ഈ മണ്ണിലും നമുക്ക് കാണാൻ സാധിക്കുക. കൃഷിയെന്ന പോലെ തന്നെ കാസർഗോഡിന്റെ പെരുമയായിരുന്ന ബീഡിത്തെറുപ്പും ഇവിടെ ഘട്ടം ഘട്ടമായി അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്വാനത്തിന് അനുസൃതമായ കൂലിയില്ലാത്തതിനാൽ പുതുതായി ആരും ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നുവരുന്നുമില്ല. ഒരു കാലത്ത് ചരിത്രത്തിന്റെ പശ്ചാത്തല ഭംഗിയോടെ തല ഉയർത്തി നിന്നിരുന്ന കാസർഗോഡ് ജില്ല ഇന്നറിയപ്പെടുന്നത് എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ മേൽവിലാസത്തിലാണ്. മാറി മാറി വരുന്ന മുന്നണികളുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ജനപക്ഷത്തു നിന്നും അകന്നു പോകുന്നതിന്റെ പ്രധാന തെളിവാണ് സഹായത്തിന് അർഹരായവരുടെ ദയനീയ ചിത്രങ്ങൾ. കൈവിരലിൽ എണ്ണിത്തീർക്കാവുന്നതിൽ കൂടുതൽ ആളുകൾ എൻഡോസൾഫാൻ നാശം വിതച്ച ഈ മണ്ണിൽ പ്രതികരിക്കാനാവാതെ തളർന്നിരിക്കുന്നുണ്ട്. അവഗണിക്കപ്പെടുന്ന ഈ മഹാഭൂരിപക്ഷത്തിന് അർഹമായ നീതി ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ മാറി ചിന്തിക്കേണ്ടി വരും. കണ്ടത് കാണാതെ പോകുന്നതും കേട്ടത് കേൾക്കാതെ പോകുന്നതുമായ ശൈലി തിരുത്തി തുല്യ സമത്വത്തിനും നീതിക്കും വേണ്ടി നമുക്ക് കൂട്ടായി പോരാടാം. ഒട്ടേറെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളുമുള്ള ഹിന്ദു സമൂഹത്തിലെ
നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവർ സാമൂഹിക നീതിക്കായി ഒന്നിച്ചണിനിരക്കുന്ന ഒരു അപൂർവ സംഗമത്തിനാണ് സപ്തഭാഷാ സംഗമഭൂമി സാക്ഷ്യം വഹിച്ചത്. സമത്വ മുന്നേറ്റ യാത്ര ആരോടും ഒരു വെല്ലുവിളിയായിട്ടല്ല, ഭൂരിപക്ഷ സമുദായത്തിന് ജനിച്ച മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം. മാറി മാറി വരുന്ന രാഷ്ട്രീയ നേതൃത്വം എന്നും കബളിപ്പിക്കപ്പെട്ട, ചതിക്കപ്പെട്ട ഭൂരിപക്ഷ സമുദായം, നായാടി തൊട്ട് നമ്പൂതിരി വരെ. ഈ വിഭാഗം ചതിക്കുഴിയിലാണ് എന്നും അങ്ങനെ ചതിക്കുഴിയിൽ കിടക്കുന്നു എന്നും പലപ്പോഴും പല ഉന്നത നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് AK ആൻ്റണി ഇതൊന്നും പറഞ്ഞു, ന്യൂനപക്ഷ സമുദായത്തിനേക്കാൾ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിന് ഒന്നും കിട്ടുന്നില്ല എന്ന ആക്ഷേപവും അവർക്ക് നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതേ അഭിപ്രായം തന്നെ CPIയിലെ കാനം രാജേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ഈ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിലുള്ള തർക്കവും അതെല്ലാം ഉപരി ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പരാധീനതയും പരിഭവങ്ങളും ഉണ്ട് എന്ന് ഈ രണ്ട് സമുന്നത നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞിട്ട് പോലും പറച്ചിലല്ലാതെ കാര്യമായ ഒരു പ്രവർത്തനങ്ങൾ ഈ ന്യൂനപക്ഷത്തിന് കൊടുക്കുന്ന അതേ അവകാശങ്ങളും അധികാരങ്ങളും ഭൂരിപക്ഷത്തിലൂടെ കൊടുത്തുകൊണ്ട് അവരെ കൂടി വിശ്വസ്തരെടുത്ത് തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് പോകുവാനുള്ള ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ നാളിതുവരെ തയ്യാറായിട്ടില്ല. ഉദ്ഘാടന മഹാസമ്മേളന വേദിയൊരുക്കിയ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സമത്വ നഗറിൽ പീത പതാകകളും തോരണങ്ങളും നവോത്ഥാന നായകരുടെ കൂറ്റൻ ഛായാചിത്രങ്ങളും നിറഞ്ഞ ഉദ്ഘാടന വേദി ഒരു പുതിയ മുന്നേറ്റത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു. ക്ഷേത്ര കവാട മാതൃകയിൽ പണിതീർത്ത വേദിയിൽ കെടാവിളക്ക് തെളിഞ്ഞതോടെ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതൃത്വത്തിൽ വിവിധ സമുദായ പ്രസ്ഥാനങ്ങളുടെ സാരഥ്യം വഹിക്കുന്ന നേതൃത്വം മുൻകൈയെടുത്തുകൊണ്ട് നടത്തിവരുന്ന തികച്ചും സമത്വപൂർണമായിട്ടുള്ള സമത്വ സന്ദേശയാത്ര എല്ലാ വിഭാഗത്തിലും പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതൃത്വങ്ങൾക്കും മാതൃകയാവുകയും അതായത് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിന്നു വരുന്നതായിട്ടുള്ള അക്രമ സ്വഭാവങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് നല്ലൊരു സാംസ്കാരിക ബോധം, ദേശീയ ബോധം, അതോടൊപ്പം തന്നെ അഹിംസാത്മകമായിട്ടുള്ള ചിന്താഗതി വെച്ചുകൊണ്ടുള്ള വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിലേക്കുള്ള വലിയൊരു പാതയാണ് ഇപ്പോൾ ഈ മുന്നേറ്റത്തിലൂടെ നടന്നു വരുന്നത്. ഹൈന്ദവ സമൂഹത്തെ ഒന്നിപ്പിക്കുവാനും അവരുടെ അവകാശങ്ങൾക്കായി പൊരുതുവാനുമുള്ള വിളംബരമായി മാറുന്ന സമത്വ മുന്നേറ്റ യാത്രയുടെ തുടക്കത്തിന് സാക്ഷ്യം വഹിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള വൻ ജനാവലിയാണ് വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. നായാടി മുതൽ നമ്പൂതിരി വരെ അണിചേർന്നൊഴുകും യാത്ര. ഞങ്ങൾക്ക് BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരോടും തൊട്ടുകൂടായ്മയോ അല്ലെങ്കിൽ വിരോധമോ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഈ രാജ്യത്ത് ഇത്രയും വർഷങ്ങളായി കിട്ടാതിരുന്ന അവകാശങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിനും വേണം എന്നുള്ള അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കുവാൻ കഴിയണം എന്നുള്ള മാത്രമാണ് ഇതിൻ്റെ അജണ്ട. എല്ലാ സമുദായത്തിലുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിനോട് സഹകരിക്കാൻ, ഇതിനോട് കൂടെ നിൽക്കുവാൻ തയ്യാറായാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വർഷം ഇന്ത്യ മാറി മാറി അല്ലെങ്കിൽ കേരളം മാറി മാറി ഇടതും വലതും ഒക്കെ ഭരിച്ചിട്ടും ഈ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അവകാശങ്ങളൊന്നും സംരക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യാവസ്ഥ തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. നായാടി മുതൽ നമ്പൂതിരി വരെ അണിചേർന്നൊഴുകും യാത്ര. കാലികമായി ഏറെ പ്രസക്തിയുള്ള ഒരു മുന്നേറ്റ യാത്രയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. സമത്വം എന്നത് സാമൂഹ്യ നീതിക്ക് അടിസ്ഥാനമായി ഈ നാട്ടിലെ ജാതിമത സമൂഹങ്ങളും സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനുമൊക്കെ ഒരു തരത്തിലുള്ള
ഒരേ തരത്തിലുള്ള നീതി ലഭിക്കുക എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നായാടി മുതൽ നമ്പൂതിരി വരെ അണിചേർന്നൊഴുകും യാത്ര. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് 10,000-കണക്കിന് ശ്രീനാരായണ വിശ്വാസികളുടെയും നായാടി മുതൽ നമ്പൂരി വരെയുള്ള മറ്റ് സമുദായ അംഗങ്ങളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഡിസംബർ 5-ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ശംഖുമുഖത്ത് ലക്ഷക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് SNDP യോഗത്തിൻ്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, പാർട്ടിക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും.